അങ്ങനെ നമ്മൾ മൂകാംബികയിലെത്തി. ഇവിടെ റൂമൊക്കെ എടുത്തു. കുറച്ച് ടൈമേ ഉറങ്ങിയിട്ടുള്ളൂ. രാത്രി ലേറ്റായിട്ടാണ് എത്തിയത്. രാവിലെ തന്നെ എഴുന്നേറ്റ് തൊഴാൻ വേണ്ടി ഇറങ്ങിയതാണ്. മക്കൾക്കൊന്നും വലിയ ക്ഷീണമോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവർ വണ്ടി കിടന്ന് ഉറങ്ങിയതുകൊണ്ട് അവർക്ക് വലിയ ക്ഷീണമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതിന് മുന്നേ തന്നെ മുല്ലപ്പൂവൊക്കെ വിൽക്കുന്നൊരു കട ഉണ്ടായിരുന്നു. അച്ഛൻ അവിടുന്ന് പൂവൊക്കെ വാങ്ങിച്ചു. ഞങ്ങൾ എത്തുമ്പോൾ ഒത്തിരി ലേറ്റ് ആയതുകൊണ്ട് റൂം കിട്ടാൻ കുറച്ചൊരു പ്രയാസപ്പെട്ടിട്ടുണ്ടായിരുന്നു. അന്ന് ആദ്യമായിട്ട് വരുന്നത് കൊണ്ടും ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് എവിടെയാണ് ഒന്നും മനസ്സിലാകുന്നില്ല. നമ്മൾ ഈ ബാക്ക് സൈഡ് ഇവിടെയല്ലേ വന്ന് ഇറങ്ങുന്നത്. അപ്പോൾ ഈ ഫ്രണ്ട് നോക്കി അപ്പുറത്തെ ഓപ്പോസിറ്റ് സൈഡ് കുറച്ച് ഓടി. അപ്പോൾ അവിടെയൊന്നുമല്ല, ഇത് ഇവിടുന്ന് തന്നെ നടന്നു പോകേണ്ടതാണെന്ന് പിന്നെ മനസ്സിലായത്. ഈ ക്യൂ നിൽക്കേണ്ട ഇവിടെ അത്ര വലിയ തിരക്കൊന്നും സ്റ്റാർട്ടിങ്ങിലൊന്നും കാണുന്നില്ല. പിന്നെ അതൊക്കെ കൊണ്ടാണ് രാവിലെ തന്നെ എഴുന്നേറ്റ് ഇറങ്ങിയത്. വലിയ ക്യൂ ഒക്കെ ആണെങ്കിൽ ഒത്തിരി നേരം നിൽക്കേണ്ടി വരില്ലേ, രാവിലെ തന്നെ അതുകൊണ്ട് എഴുന്നേറ്റ് ഇറങ്ങിയതാണ്. ഇതിൻ്റെ അകത്തേക്ക് കയറുന്ന എൻട്രൻസ് എത്താനാകുമ്പോൾ കുറച്ച് ക്യൂ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. വലിയൊരു തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ആ സരസ്വതി മണ്ഡപത്തിൽ അവിടെ അരങ്ങേറ്റവും അതൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് നീങ്ങുന്നത്, വലിയൊരു ക്യൂ ആയിരുന്നില്ല. അപ്പോൾ നന്നായിട്ട് തൊഴാനൊക്കെ പറ്റി അകത്ത് കയറി. പിന്നെ ഇതിൻ്റെ ഇവിടുത്തെ ഹൈലൈറ്റ് ആയിട്ടുള്ള ആ രഥമല്ലേ, അതിൻ്റെ മുന്നിൽ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പെട്ടെന്നൊന്നും ഇറങ്ങിയില്ല. അവിടെ കുറച്ച് ടൈം അവിടെ തന്നെ ഇരുന്നു. പിന്നെ കുറച്ച് വഴിപാടൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞു. നല്ല രസമായിരുന്നു. രാവിലെ തന്നെയുള്ള ആ ഒരു എന്താ പറയുക, ഒരു ആംബിയൻസ് ഇല്ലേ, അവിടെ ഇങ്ങനെ കുറച്ച് ടൈം അവിടെ തന്നെ ഇരുന്നു. എന്നിട്ടും പുറത്തിറങ്ങിയത്. പുറത്തിറങ്ങി കഴിഞ്ഞതിന് മുന്നേ തന്നെ ഒരു കേരള ഹോട്ടലുണ്ട്. അപ്പോൾ അത് ഇന്നലെ രാത്രി കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നേരെ ഇങ്ങോട്ടേക്ക് തന്നെ വന്നത്. അവിടുന്ന് മസാല ദോശയൊക്കെ കഴിച്ചു. പിന്നെ ഇതുവഴി ഇന്നലെ രാത്രി കുറച്ച് റൗണ്ട് അടിച്ചതാണ്, റൂം നോക്കിയിട്ടും അങ്ങനെയൊക്കെ നടന്നതാണ്. ഇതിൻ്റെ ഇവിടെ എത്തിയിട്ട് ഇവിടെ ഫ്രണ്ട് സൈഡ് നമുക്ക് മനസ്സിലായില്ല, എവിടെ അങ്ങോട്ടാണ് പോകേണ്ടത്. അങ്ങോട്ടേക്ക് വണ്ടി പോവോ ഇല്ലയോ ഒന്നും കറക്റ്റ് അറിയുന്നില്ലായിരുന്നു. അപ്പോൾ ഇതിന് മുന്നോട്ട് കുറച്ച് ഓടി, അവിടെയൊന്നും കണ്ടില്ല. പിന്നെ തിരിച്ചുകൂടി തന്നെ വന്ന് അപ്പോൾ വണ്ടി പാർക്ക് ചെയ്ത് ഇവിടെയൊക്കെ നടന്നപ്പോഴാണ് മനസ്സിലായത് അവസ്ഥയ്ക്ക് വണ്ടി പോവില്ല. ഇവിടുന്ന് അടുത്ത് പോകാനുള്ളത് പിന്നെ കുടജാദ്രിയാണ്. അപ്പോൾ നമ്മൾ നിന്ന റൂമിൽ അവരോട് ചോദിച്ചപ്പോൾ നമ്മളതിൽ വണ്ടി ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നേരിട്ട് അതിന് താഴെ വരെ വണ്ടി പോകും, അവിടുന്ന് ജീപ്പ് കിട്ടും, അങ്ങനെ പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ അവിടെ പോകുന്ന വഴിയൊക്കെ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ഓടിയത്. ഇവിടെ ഒത്തിരി ഓടി. ഇവിടെ എത്തിയപ്പോൾ അവിടെയുള്ള ജീപ്പ് സർവീസിൻ്റെ അവർ നമ്മൾ മൂകാംബികയിൽ നിന്ന് പറഞ്ഞതിനേക്കാളും ഡബിളാണ് അവിടെ നിന്നിട്ട് പറഞ്ഞത്. അപ്പോൾ നേരെ ഉച്ചയൊക്കെ ആയി. പിന്നെ മക്കളെയും കൂട്ടി കയറാനൊക്കെ ബുദ്ധിമുട്ടാവും. അവരെന്നെ പറഞ്ഞു ഒത്തിരി കയറാനുണ്ട്. പിന്നെ നമ്മളത് വിട്ടു. മെയിനായിട്ടുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ നെറ്റ്വർക്കൊന്നുമില്ല. ഞങ്ങളെപ്പോഴും ജിയോൻ്റെ ഒരു സിമ്മ് കരുതാറുണ്ടായിരുന്നു. ഇത്തവണ അതില്ലായിരുന്നു, VI ആയിരുന്നു. അവിടെ നെറ്റ്വർക്ക് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. മൂകാംബികയിൽ കിട്ടുന്നേ ഉണ്ടായിരുന്നില്ല. ലൊക്കേഷൻ അടിക്കാൻ വേണ്ടി അങ്ങോട്ട് പോകുന്നു. അപ്പോൾ അവിടെയുള്ള ഒരാളോട് ചോദിച്ചപ്പോൾ ഈ വഴി പോകുന്നത് ഷിമോഗ, അവിടെ പോയിട്ട് അവിടുന്ന് മൈസൂരേക്ക് പോകാം. ടൗൺ ഏരിയ ഒക്കെ എത്തിയപ്പോൾ കുറച്ച് നെറ്റ്വർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് നിയറസ്റ്റ് ടൂറിസ്റ്റ് പ്ലേസും അതൊക്കെ നോക്കിയപ്പോൾ മൈസൂർ തന്നെയാണ് അടുത്ത് കാണുന്നത്. പിന്നെ ഊട്ടിയുണ്ട്. മൈസൂർ പോയിട്ടാണ് പിന്നെ ഊട്ടി പോകുന്നത് കാണിക്കുന്നത്. അപ്പോൾ ഒരുപാട് കിലോമീറ്റർ ഓടാനുണ്ട്. ഫുഡ് രാവിലെ കഴിച്ചതേ ഉള്ളൂ അവർ. പിന്നെ വണ്ടിയിൽ കുറച്ച് സ്നാക്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവരതൊക്കെ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഈ പോകുന്ന വഴിയിൽ എവിടെ ഹോട്ടലൊന്നും കാണാനില്ല, കുറേ ഫോറസ്റ്റല്ലേ ഓടുന്നത്. അപ്പോൾ എവിടെയെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവിടെ നിർത്തിയിട്ട് കഴിക്കാമെന്നുള്ള രീതിയിലായിരുന്നു. മക്കൾ നല്ല ആക്റ്റീവായിരുന്നു. രാവിലെ തന്നെ എഴുന്നേറ്റ് ആ ഒരു ക്ഷീണമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ കുറച്ച് ഓടാൻ തുടങ്ങിയപ്പോൾ രണ്ടുപേരും ഉറങ്ങാൻ തുടങ്ങി, സൈഡായി. വിക്കോസ് എൻ്റെ മടിയിൽ കിടന്നുറങ്ങി, കണ്ണൂസ് വേക്കലും കിടന്നുറങ്ങുമായിരുന്നു. നല്ല വഴിയായിരുന്നു, വലിയ തിരക്കോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. വാഹനങ്ങളൊക്കെ കുറവായിരുന്നു. ചില സ്ഥലങ്ങളിലെത്തുമ്പോൾ ഇങ്ങനെ മാപ്പ് വർക്കാവുന്നുണ്ടായിരുന്നു, നെറ്റ്വർക്ക് വരും. അപ്പോൾ മാപ്പിടുമ്പോൾ നിയറസ്റ്റ് ആയിട്ട് കാണിക്കുന്നത് പിന്നെ അടുത്ത ഡെസ്റ്റിനേഷൻ മൈസൂരും അടുത്തായിട്ട് കാണുന്നുണ്ട്, ബാംഗ്ലൂരും കാണുന്നുണ്ട്. അപ്പോൾ ഡൗട്ടായി എങ്ങോട്ട് പോകണം, ബാംഗ്ലൂരേക്ക് പോയാലോ. അപ്പോൾ ആ ഒരു ഡൗട്ടിലിങ്ങനെ പോയിക്കൊണ്ടിരുന്നു. പിന്നെ എന്നാലും മൈസൂരേക്ക് തന്നെ പോവാം. മൈസൂർ എന്തായാലും ഇന്ന് പെട്ടെന്നൊന്നും എത്തൂല എന്നുള്ള ഒരു ഇതുണ്ട്. കിലോമീറ്റർ ഒരുപാട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് നേരത്തിന് ശേഷമാണ്, ഒരു ഹോട്ടലല്ല, ഒരു ചെറിയ തട്ടുകട സെറ്റപ്പാണ്, ഒരു എന്തുകൊണ്ടില്ലേ അതുപോലത്തെ സെറ്റപ്പിലാണ്. ഈ ചോറും കാര്യങ്ങളേ ഉള്ളൂ, വേറെ വലുതായിട്ടുള്ളൊരു ഹോട്ടലോ അങ്ങനത്തെ ഒന്നല്ല. ഈ ഉച്ചക്കത്തെ ഇവിടുത്തെ സ്പെഷ്യലില്ലേ, ഈ ബാത്ത്, പിന്നെ എഗ് റൈസ് അങ്ങനത്തെ അല്ലേ ഉള്ളൂ. അപ്പോൾ എഗ് റൈസാണ് വാങ്ങിച്ചത്. അതിൽ വലിയ മസാല കാര്യങ്ങളൊന്നും ഉണ്ടായില്ല, അതുകൊണ്ട് കുഴപ്പമില്ല, അത് വാങ്ങി കഴിക്കായിരുന്നു. പിന്നെ അതിന് തൊട്ടടുത്ത് തന്നെ ആയിട്ട് ഒരു കരിമ്പിൻ ജ്യൂസിൻ്റെ ഉണ്ടായിരുന്നു, അതും കൂടി വാങ്ങി കഴിച്ചു. ഇവിടെ നെറ്റ്വർക്ക് കിട്ടുന്നുണ്ട്. ഇവിടുന്ന് കിലോമീറ്റർ നോക്കുമ്പോൾ എന്നും ഒരുപാട് മൈസൂരേക്ക് ഉണ്ട് എത്താൻ. അപ്പോൾ ഇവിടെ ഒരു ടൗൺ ഇവിടെ കിട്ടിയപ്പോൾ അവരോട് തന്നെ ചോദിച്ചപ്പോൾ എന്നും ഫോറസ്റ്റ് വഴിയാണ് ഓടേണ്ടത്, ഇനി അടുത്ത ടൗൺ ഇവിടെയൊന്നും ഇല്ല. അപ്പോൾ രാത്രി യാത്ര അത്ര നല്ലതല്ലോ, അതുകൊണ്ട് നമ്മൾ ഇവിടെ തന്നെ സ്റ്റേ ചെയ്യായിരുന്നു. ബാക്കി വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബായ്.